അവിടെ യുഎസിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഐസറിന്ന് തന്നെ 3 പേര് വന്നിട്ടുണ്ട്. 3 പേരായിട്ടാ വന്നത്. പിന്നെ ഒരാളുണ്ട് ഐസർ കൊൽക്കത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. 4 പേരായിട്ട് ഒരുമിച്ച് വന്നു. പക്ഷെ ടിവിഎമ്മിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നു? ഐസർ ടിവിഎമ്മിന്ന് എന്റെ ബാച്ചിന്ന് ഡോണയുണ്ടായിരുന്നു. MSc 24ന്ന് ഹരിപ്രിയ ഉണ്ട്. ഓ, മര്യാദക്കില്ല. മര്യാദക്ക് okay. അപ്ലൈ ചെയ്തായിരുന്നു. So my next question is, US, യൂറോപ്പ് എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഈ PhD ആപ്ലിക്കേഷന്. കാരണം പോസ്റ്റ് സെന്റർ ഡിഫറെന്റ് ആണ്. കാരണം യുഎസിന്റെ ഐ തിങ്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ തുടങ്ങും അല്ലേ ഫോളിൻ്റെത്. പക്ഷെ യൂറോപ്പിന്റെ കുറച്ചുകൂടെ കഴിഞ്ഞ് തുടങ്ങുള്ളൂ. പൊസിഷൻസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് കീപ്പ് ഓൺ ഇയർ റൗണ്ട് ആയിട്ടുണ്ട്. അപ്പോ ഈ US ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം യൂറോപ്പും ചെയ്തിരുന്നു. ഇല്ലില്ല. അപ്പൊ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ US മാത്രമായിരുന്നു. അപ്പൊ US ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ തണുപ്പൊന്നും പറ്റത്തില്ല. ഓക്കെ തണുപ്പൊന്നും പറ്റില്ല. ഓക്കെ റീസൺ ഒരു പോസിബിലിറ്റി പറയട്ടെ, US കിട്ടിയില്ലായിരുന്നെങ്കിൽ യൂറോപ്പ് നോക്കുമായിരുന്നു, അതോ US കിട്ടുന്നത് ഇല്ലില്ല. സീരിയസ്ലി? ഓ നൈസ്. ഞാൻ കിട്ടുന്നില്ല എന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇവനെ പരിചയപ്പെട്ടപ്പോ തന്നെ ഇവൻ എപ്പോഴും US പറഞ്ഞിട്ടില്ലേ, അമേരിക്ക പോണം എന്ന് നീ പറഞ്ഞിട്ടില്ലേ എപ്പോഴോ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. വെറുതെ തള്ളരുത്. വെറുതെ തള്ളു എനിക്ക്. ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ അപ്ലൈ ചെയ്തോണ്ട് എന്താ പറയാനുള്ളത്? ആപ്ലിക്കേഷൻ ഡെഡ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ US നോക്കണ്ട, യൂറോപ്പ് നോക്കിക്കോളാൻ പറയും. അല്ല, ഫോള് കഴിഞ്ഞ അടുത്ത ഇല്ലേ എന്താ ഓട്ടം, എന്താ അല്ല ഓട്ടാണല്ലോ ഫോള്, അത് കഴിഞ്ഞിട്ട് വരുന്ന എന്താ? സ്പ്രിങ്ങിലോട്ടൊന്നും ആ, ഇൻടേക്ക് ഇല്ല ഒരു യൂണിവേഴ്സിറ്റിക്ക്. സ്പ്രിങ്ങിലോട്ടൊന്നും അങ്ങനെ യൂണിവേഴ്സിറ്റി ഇൻടേക്ക് ചെയ്യാറില്ല. എല്ലാം അല്ല, ഫോളോ തന്നെയാണ്. അടുത്ത ഫോളിന് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. ഓക്കെ. എന്താ പറയാനുള്ളത്? എന്ത് പറയാനുള്ള, അപ്ലൈ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. ഞാൻ പറയും യൂറോപ്പിലോട്ടാണെങ്കിൽ ലൈക് നമുക്ക് കുറെ റിജക്ഷൻസ് ഒക്കെ വരും, പക്ഷെ നമ്മൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവാൻ പാടില്ല. കുറെ റിജക്ഷൻ കിട്ടിയിട്ട് ഒരെണ്ണം കിട്ടിക്കഴിയുമ്പോ പിന്നെ ചാറ പറ കിട്ടിക്കൊണ്ടിരിക്കും. അത് എല്ലാവർക്കും എക്സ്പീരിയൻസ്. പിന്നെ കുറെ ഇന്റർവ്യൂസ് കൊടുക്കണം. പിന്നെ കുറെ പേരെന്താ ചെയ്യാന്ന് വെച്ചാ അവരുടെ ഫീൽഡ് ഭയങ്കര നാരോ ആക്കി വെക്കും. മീൻസ് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരത് മാത്രമേ നോക്കും. അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും കുറച്ച് സമയം എടുക്കായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലോ, മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായി. പക്ഷെ കുറച്ചുകൂടെ ഒരു ബ്രോഡ് റേഞ്ചിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇന്റർവ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ? അപ്പൊ യുഎസില് മെയിൻ ആയിട്ടും ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് SOP അല്ലോ. SOP അല്ലേ മെയിൻ? കട്ടായ യൂട്യൂബിൽ വീഡിയോ ആണ് ഇടുന്നത്. യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാം. ഓക്കെ ഓക്കെ. അപ്പൊ US ഞാനിപ്പോ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക US ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ US മെയിൻ ആയിട്ട് വേണ്ടത് SOP, പിന്നെ എന്താ റെക്കമെൻഡേഷൻ ലെറ്റർ വേണ്ടേ നമ്മുടെ പ്രൊഫസേഴ്സിന്റെ. അത് ഓരോ യൂണിവേഴ്സിറ്റീസിലും പ്രൊഫസേഴ്സ് തന്നെ അയക്കുവാണ് അല്ലേ, നമ്മളല്ലോ അപ്ലോഡ് ചെയ്യും. പിന്നെ നമ്മൾ എന്താ റെഡിയാക്കി വെക്കേണ്ടത്? ടോഫിൽ എഴുതണം. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ യുഎസില്? അപ്പൊ ടോഫിലിന് ഏകദേശം എത്ര സ്കോർ ഒക്കെ വേണ്ടി വരും? അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ റേഞ്ച് ആയിരിക്കും. എന്നാലും ഒരു മിനിമം ഒരു അപ്രോക്സിമേറ്റ് സ്കോർ പറയാൻ പറ്റുമോ? അതന്നെ റാങ്കിങ് അനുസരിച്ചിരിക്കും. ഒരു ടോപ്പ് 100 യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ 100ന്റെ മുകളിൽ വേണ്ടി വരും. ഒരു 100 to 300 400 റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റിക്കാണ് 90യുടെ മുകളിൽ മതിയാവും. ഓക്കെ. അതിൻ്റെ ബാക്കിലോട്ടാണെങ്കിൽ 80യുടെ മുകളിൽ മതിയാവും. ടോഫിൽ ആണോ അതോ അതിന് പകരം IELTS എഴുതിയാൽ മതിയോ? ടോഫിലാണോ പ്രിഫർ ചെയ്യുക? ഇല്ല, ഞാൻ IELTS ആണ് ആക്ച്വലി പ്രിഫർ ചെയ്യുക. ടോഫിൽ ഈ വർഷം വരെ എളുപ്പമായിരുന്നു, അടുത്ത വർഷം മുതൽ ഇത്തിരി മാറ്റുന്നുണ്ട്. ഓക്കെ. അപ്പം ടോഫില്, SOP, റെക്കമെൻഡേഷൻ ലെറ്റർ, ഇത് മൂന്നും മാത്രം മതിയോ? അതന്നെ യൂണിവേഴ്സിറ്റിനനുസരിച്ചിരിക്കും. ചില യൂണിവേഴ്സിറ്റിക്ക് SOP, കവർ ലെറ്റർ, പിന്നെ കുറെ
പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കുറേ ലെറ്റേഴ്സ് എഴുതേണ്ടി വരും. ഐ റിമെമ്പർ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്, അക്കാഡമിക് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കുറെ സാധനം. ഉം, ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് വേണ്ടത് SOP റെഡിയാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ ഓരോ പ്രൊഫസേഴ്സിനോടും റെക്കമെൻഡേഷൻ തരണം എന്നൊക്കെ പറഞ്ഞായിരിക്കും. അതാണ് ഉം, മെയിൻ ഉം, ആയിട്ട് ഉം. ചെയ്യുന്നത്. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലെ ഡെഡ് ലൈൻ നോക്കി, ഡെഡ് ലൈൻ ഒരാഴ്ച മുന്നെങ്കിലും അപ്ലൈ ചെയ്യാം അല്ലേ? ഒരു ഡെഡ് ലൈൻ ആണ് അപ്ലൈ ഫസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, തുറക്കുമ്പോ തന്നെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. ഉം. പിന്നെ ഇവരെങ്ങനായിരിക്കും ശരിക്കും സെലക്ട് ചെയ്യുക? അവിടെ ഇപ്പൊ നിന്റെ ഫീൽഡ് എന്താ? കെമിസ്ട്രി അല്ലേ? ബയോ കെമിസ്ട്രി ആണ്. കെമിക്കൽ ബയോളജി. കെമിക്കൽ ബയോളജി. അപ്പൊ കെമിക്കൽ ബയോളജിയിലെ പ്രൊഫസേഴ്സ് ആയിരിക്കുമോ നിന്റെ SOP വായിക്കാനില്ലല്ലോ? അതെ, അവരെന്നെ അയക്കാം. അവർക്കാണ് കൊടുക്കുക അപ്പൊ നമ്മുടെ SOP. ആ, അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് നിന്റെ SOP എടുത്ത് വായിക്കും, എന്നിട്ട് അവര് നിന്നെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഉം, ഉം, US പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ഫീൽഡ് കണ്ടെത്തിയാല് കുറച്ചുകൂടെ അതിനോട് സ്പെസിഫിക് ആയിട്ട് SOP ഒന്ന് മോഡിഫൈ ചെയ്താൽ നല്ലതായിരിക്കും. ഉം. നല്ലതായിരിക്കും, നല്ലത്. Yeah. പിന്നെ ലിയോ സാർജിന്റെ റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയും. അറിയാം. റിസർച്ച് എക്സ്പീരിയൻസ് ഞാൻ മെയിൻലി പ്രോട്ടീനിലും NMR വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇനോർഗാനിക് ലാബിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നുമാണ് എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പുള്ള റിസർച്ച് എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണത് കമ്പാരിറ്റീവ് മെറ്റബോളോമിക്സിലും പ്രോട്ടീനിലുമാണ്. എന്താണ് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ മാസ്റ്റേഴ്സ് ചെയ്ത പ്രൊജക്റ്റും ഇപ്പൊ PhD പ്രൊജക്റ്റ് ആയിട്ട് ബന്ധമുണ്ടോ? കുറച്ചൊക്കെ പ്രോട്ടീനിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ് മെറ്റബോളോമിക്സ് പുതിയൊരു ഫീൽഡാണ്, അപ്പൊ ആദ്യം മുതൽ തുടങ്ങുന്നവര്. അപ്പൊ എങ്ങനെ പാടാണോ, ലൈക്ക് അതിലോട്ടൊന്ന് എത്തിവരാൻ കുറെ റീഡിങ് ചെയ്യണായിരിക്കും അല്ലേ? ഒന്നുകൂടെ പറ. കുഴപ്പമില്ല. വലിയ പാടൊന്നും തോന്നുന്നില്ല. നല്ലൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ കൊറേ റീഡിംഗ് ഒക്കെ ചെയ്തോ? അത്യാവശ്യം. ഉം. പിന്നെ US ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യം പറയുമ്പോ, നമുക്ക് ഫീൽഡ് മാറാൻ പറ്റില്ലേ? ഫീൽഡ് മാറാൻ പറ്റും. പക്ഷെ യൂറോപ്പിൽ ഇത് പറ്റില്ല. നമ്മുടെ മാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആയിട്ടായിരിക്കും നമ്മൾ പിന്നെ പോവുക. കാരണം എന്തെങ്കിലും നമുക്ക് ഇന്റർവ്യൂലൊക്കെ ബന്ധപ്പെടുത്താനൊക്കെ വേണമല്ലോ. പക്ഷെ US ചെന്നാൽ ഈ ലാബ് റൊട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽഡ് മാറാൻ പറ്റും അല്ലേ? അത് നല്ലൊരു ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്ട്രക്ചറൽ ബയോളജിന്ന് ഇപ്പോ കമ്പാരിറ്റീവ് മെറ്റബോളോമിക്സിലോട്ട് മാറി. ദാറ്റ്സ് നൈസ്. അപ്പോ US എടുത്തത് നന്നായി. പക്ഷെ യൂറോപ്പ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മാറാൻ പറ്റും. ഡിപ്പെൻസ് ഓൺ പ്രൊഫസേഴ്സ്. പിന്നെന്തോ ചോദിക്കണമെന്ന് വിചാരിച്ചാണല്ലോ. നേരെ എടാ 26 മിനിറ്റ് ആയോ? അതില് 10 മിനിറ്റ് ശരിയാ. അച്ഛനൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? കേട്ടില്ല. കുറച്ചൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. എന്ത് ചെയ്യാനാ, ഞങ്ങളൊക്കെ പല പല സ്ഥലത്തായി പോയി. വിളിച്ചാൽ കിട്ടൂല, അത് വിളിച്ചാൽ എപ്പോ വേണമെങ്കിലും കിട്ടും. പക്ഷെ ടൈം ഡിഫറൻസ് ഭയങ്കര ഇതാണ്. ഇന്ത്യ നിങ്ങളുടെ ടൈം ഡിഫറൻസ് പിന്നെയും കുഴപ്പമില്ല. നമ്മളുടെ ടൈം ഡിഫറൻസ് ആണ്. പിന്നെയും പോയി. എന്റെ നെറ്റിന്റെ പ്രശ്നമാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെ വിളിക്കുമെങ്കിൽ വിളിക്കുമല്ലോ. പിന്നെന്താ ചോദിക്കാനുള്ളത്? വേറൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ദിസ് ഇസ് നോട്ട് റിലേറ്റഡ് ടു അക്കാഡമിക്സ്. നമ്മൾ ഇത്രയും കാലം ഒരു ഡിപ്പെൻഡന്റ് ലൈഫ് അല്ലേ ലീഡ് ചെയ്തേ? കൈൻഡ് ഓഫ്. ഐസറിലാണ് ഡിപ്പെൻഡന്റ് ലൈഫ് അല്ലായിരുന്നോ? പൈസക്കോ? ഡിപ്പെൻഡന്റ് ലൈഫിൽ നിന്ന് ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ആയില്ലേ ഇപ്പൊ? അപ്പൊ അതെങ്ങനെ തോന്നുന്നു? നല്ലതല്ലേ? റുട്ടീൻ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ ഒറ്റയ്ക്കുള്ള ജീവിതമായിട്ട്? ഇപ്പൊ കറിയൊക്കെ ഞാൻ സൺഡേ ഉണ്ടാക്കി വെക്കും. അതിനുശേഷം അത് വീക്ക് ഫുള്ള് നിൽക്കും. 2-3 കറി ഉണ്ടാക്കി വെച്ചാൽ വീക്ക് ഫുള്ള് നിൽക്കും.
ഇത് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുക്കിംഗ് നേരത്തെ അറിയോ അതോ ഇപ്പൊ പഠിച്ചതാണോ? ഇല്ല പഠിച്ചുള്ളൂ. ഷാൻജി ഉണ്ട്. ഷാൻജി നേരത്തെ കണ്ട് ഉള്ളതുകൊണ്ട് പഠിച്ചുള്ളൂ. എല്ലാരും രക്ഷപ്പെട്ടു. ഇത് നേരത്തെ കുക്കിംഗ്. എന്നെക്കാളും നന്നായിട്ട് ഞാൻ കുക്ക് സോ ഇത്രയൊരു അരമണിക്കൂർ കൂടുതൽ എന്നെ സഹിച്ചതിന് താങ്ക് യു സോ മച്ച്. ലിയോ സജു താങ്ക് യു പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. ചെയ്യും. ഇനി ഇതുപോലെ സെഷൻസ് അറേഞ്ച് ചെയ്താൽ താങ്കൾ വരുന്നതായിരിക്കും. അത് ശരി. ഞാൻ ഒറ്റ സെഷനിൽ നിർത്തുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ശ്രമിക്കാം. കുഴപ്പമില്ല, ശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം ഇവരൊക്കെ ഭയങ്കര ബിസി ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചോദിക്കും. ഷെഡ്യൂൾ ചെയ്ത് വെക്കണം ടൈം. യാ യാ യാ. അടുത്ത മാസത്തേക്ക് ഒരു സ്ലോട്ട് അവൈലബിൾ ഉണ്ട് വേണം. അത് തന്നേക്ക് കേട്ടോ, ഭയങ്കര നല്ലതായിരിക്കും എനിക്ക്. ബെസ്റ്റ് കട്ടായി. എന്നെ സഹിച്ച ലിയോ സജുന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വെൽക്കം. ഇനി എന്താ പറയാ, ഇറ്റ്സ് ഓക്കെ. ഇനി ഇതുപോലത്തെ ഇന്റർവ്യൂ സെഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ. യുഎസിലോ യൂറോപ്പിലോ എവിടെയാണെങ്കിലും ഞാൻ ആൾക്കാരെ കണ്ടുപിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ ദിസ് ഫണ്ണി ഇന്റർവ്യൂ. ഇതിൽ നല്ല പാട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, പേടിക്കണ്ട. പാട്ട് എനിക്ക് അയച്ചു തന്നിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. So it's me. I am signing off. Bye bye. ബൈ ബൈ. അത്രേ ഉള്ളൂ. ബൈ ബൈ. ഞാനിത്